ഹലോ അസ്സലാമലൈക്കും. ഇനിയിപ്പോൾ പാട്ട് ഇത്രയും കൂടെ ഉള്ളൂ കേട്ടോ. പക്ഷെ ഇത് എക്സാം സെന്ററിൽ എത്തിയിട്ട് കുറേ ലോകം പോലെ കുറേ നടക്കാനായിരുന്നു. അവസാനം ഞാൻ ഓഡിറ്റോറിയത്തിൽ എത്തി എക്സാം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഭയങ്കര മഴ. പിന്നെ ഒരു ഉച്ചയ്ക്ക് ആയപ്പോൾ ഫുഡും കഴിച്ചു കേട്ടോ. ബിരിയാണീൻ്റെ ലുക്ക് മാത്രമേ ഉള്ളൂ, ഒരു ടേസ്റ്റും ഇല്ല. പിന്നെ എക്സാമുകളൊന്നും കൂടുതൽ വീഡിയോ എടുക്കാനില്ല, കാരണം എടുത്ത് എറിയും. ഞാനാണെങ്കിൽ അപ്പുറത്ത് ഓട്ടോക്ക് പോകാൻ നിൽക്കുന്നത്, അപ്പോൾ ഒരു ലോറി വന്നപ്പോൾ തന്നെ ഇടിഞ്ഞ് ചാമ്പലായിനി. അങ്ങനെ ഞാൻ തിരിച്ചു പോണ വഴിയിൽ ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അതും പാക്ക് ചെയ്ത് വേഗം ഹോസ്റ്റലിൽ എത്തി. എന്നിട്ട് ഉമ്മാനെ വീഡിയോ കോൾ വിളിച്ച്. ഞാനാണെങ്കിൽ 2 വടയും 2 മസാല പോകും, പിന്നെ ഒരു മുളക് ബജി മാത്രമേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ തിന്നുകൊണ്ട് ഞാൻ വീഡിയോ കോൾ വിളിച്ചേട്ടാ. അപ്പം എൻ്റെ അടുത്ത് നോക്കിയാൽ അതൊക്കെ ഇത്രയും തിന്നുവന്ന്. എവിടെ അത് വേഗം തിന്നു കഴിഞ്ഞ പോലെ ഞാൻ അറിഞ്ഞു. അങ്ങനെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് ട്രെയിൻ കയറാൻ പോയി. രാത്രിക്കത്തെ ഫുഡും കഴിച്ചിട്ടാണ് പോണത്, കാരണം ട്രെയിനിൽ കുറേ നേരം ഇരിക്കണമല്ലോ. അങ്ങനെ ഞാൻ ഇയാളെ കുറേ നേരം നോക്കി അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങണമെന്ന് വിചാരിച്ചു. പിന്നെ വാങ്ങിയില്ല കേട്ടോ. അങ്ങനെ ട്രെയിൻ കയറിയപ്പോൾ വല്ലാത്തൊരു ഇടങ്ങേറി. വേറെ ഒന്നല്ല, ഇൻ്റെ ഒരു സീറ്റിലുണ്ട് ഒരു സുഖമായിട്ട് ഒരു മനുഷ്യരുന്ന് കടന്നങ്ങോട്ട് ഉറങ്ങണം. അങ്ങനെ TTR വന്നപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു, ഇത് എൻ്റെ സീറ്റാന്ന് പറഞ്ഞു. അയാൾക്കാണെങ്കിൽ മൊത്തം ഫൈൻ ഒന്നും കണ്ട് അയാൾ അവിടെ കൊടുത്ത് കടത്തിയതാണ് അയാൾ. എന്നിട്ട് എന്നോട് S4 പോയി കണ്ട് 11 പോയി കിടക്കാനും പറഞ്ഞു. എനിക്ക് X6 ചെയ്യുന്നു. അങ്ങനെ ലോവർ ബുക്ക് ചെയ്ത് ഞാൻ അപ്പറിലെത്തി. അങ്ങനെ അതിന്റെ മേൾ കയറാൻ എനിക്ക് കുറച്ച് സമയം എടുത്തു. കുറച്ച് ഞാൻ മൂടി പൊതിച്ച് അങ്ങനെ ഉറങ്ങി നീച്ചപ്പോൾ മേലാറ്റൂർ എത്തിക്കണു. എത്താനായി മനസ്സിലായപ്പോൾ ഞാൻ അതിന്റെ മേളിൽ നിന്ന് ഇറങ്ങി, കാരണം അതിൽ ഇറങ്ങാൻ തന്നെ എനിക്ക് അരമണിക്കൂറാണ്. അങ്ങനെ സ്റ്റേഷനിൽ ഇറങ്ങിയാണ്ട് ഇങ്ങനെ നടന്നപ്പോൾ അവിടെ മഴ, കയറിയപ്പോഴും മഴ, ഇറങ്ങിയപ്പോഴും മഴ. എന്താ അപ്പോൾ ഇത്? അപ്പുറത്ത് കൂടെ അങ്ങോട്ട് പോകാന്ന് വിചാരിച്ചപ്പോഴാണ് മനസ്സിലായത് പ്ലാറ്റ്ഫോം 2 പ്ലാറ്റ്ഫോം 1 ഞാനിപ്പോൾ ഈ സകലമാന സാധനങ്ങൾ കൊടുത്ത് അപ്പുറത്തേക്ക് പോകണം. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ബാഗ് ഒട്ടി എനിക്ക് തീരെ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ബൈ.